പിന്നെ മൂപ്പര് ചോദിക്കുന്നത് ഞമ്മക്ക് ഉളുപ്പുണ്ടോ? ഭയങ്കര ചോദ്യട്ടോ. എന്നാ നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഇയാള് ഇവരെ നേതാവ് എഴുതി വെച്ചിരിക്കുന്നു എന്തെന്ന് ഇന്നലെ പറഞ്ഞില്ലേ, വയസ്സത്തി ഉമ്മാനെ വയസ്സത്തി എന്നോ കീർന്നില്ലേ. ഇവരെ നേതാവ് ഇപ്പൊ എഴുതി 96 എന്താ എഴുതിയത്? നിങ്ങള് നിക്കാഹ് ചെയ്യുമ്പോ പെൺകുട്ടീനെ കാലിയാരടുത്തിരുത്തി കൊടുക്കണം പോലും. ഇതാ ഞാൻ വെറുതെ പറയല, മുജാഹിദിന്റെ മുഖപത്രം വിചിന്തനം 2006 ഫെബ്രുവരി 17. എന്തായാലും പറയുന്നത്, നിക്കാഹ് കാണാത്ത പെണ്ണുങ്ങൾ, എന്നിട്ട് മധ്യത്തിൽ ഒരു പെണ്ണിനെ അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഒരു ഫോട്ടോവും, ആ ഫോട്ടോ വരട്ടെ കുറച്ച് ബേക്കോട്ട്, ഒരു പെണ്ണിനെ ഉള്ളിലാക്കിയിട്ട് ഒരു പെൺകുട്ടീനെ കയ്യും കെട്ടിയിട്ട്, എന്നിട്ട് അമ്മോശന്റെയും പിയാപ്പിളുടെ കൈയിന്റെ അപ്പുറത്ത് നമ്മളെ പെൺകുട്ടികൾ ഈ വയസ്സത്തി പെണ്ണുങ്ങളൊക്കെ ബേക്കുന്ന എത്തി നോക്കുമല്ലോ, അതുപോലെ ജനവാതിലുള്ളിൽ എത്തി നോക്കുന്ന ഒരു പെൺകുട്ടി. എന്നിട്ട് ചെയ്ത പണി ഇത് പറയുന്ന എന്താ രസം, വായിക്കാൻ നേരമില്ല കേട്ടോളി. ഈ മൗലവീനെ ഒരു നിക്കാഹിന് ക്ഷണിച്ചു വരും. എന്തിന് കേട്ടോ? ഒരു സംഭവം ഓർമ്മ വരുന്നു. സാർ, മൗലവിമാരങ്ങനെ വിളിക്കുക, സാർ എന്റെ മകളുടെ നിക്കാഹിന്റെ ഖുത്ബ നിങ്ങൾ തന്നെ നടത്തണം. ഈ ഖുത്ബ എന്ന് പറയുന്നത് അറബിയല്ലേ, എന്നാ പിന്നെ അതൊന്ന് മലയാളത്തിൽ പറഞ്ഞൂടെ ഇവർക്ക്? എന്നാ ഇവിടെ പ്രസംഗം എന്ന് പറഞ്ഞൂടെയോ നിങ്ങൾക്ക്? ഖുത്ബ മലയാളത്തിലാക്കണോ? നിങ്ങൾ അതിന്റെ പേരെന്തിനാ അറബി പറയുന്നത്? എന്റെ ചോദ്യ, ഖുത്ബ നിങ്ങൾ തന്നെ നടത്തണം. അതെന്റെ ഒരു ആഗ്രഹമാണ്. നമുക്കത് എല്ലാവരും കേൾപ്പിക്കണം. അവിടെയൊന്നും അങ്ങനെ പതിവില്ല. ഒരു സുന്നിന്റെ നാട്ടിൽ ഖുത്ബ നടത്തി കൊടുക്കാൻ വേണ്ടി നിക്കാഹിന്റെ ഉത്പാദത്തെ ഒരു മൗലവിനെ ക്ഷണിക്കാൻ ഒരിക്കലൊരു സുഹൃത്ത് പറഞ്ഞതാണ് ഇത്. ആ അഭിപ്രായത്തോട് എനിക്ക് മതിപ്പ് തോന്നി. ആ ഖുത്ബ ഏറ്റെടുത്തു. നേരിയ തോതിലെങ്കിലും ഇത് കണ്ടോളെ, ഇവര് തട്ടിപ്പണ്ടോളെ, നേരിയ തോതിലെങ്കിലും ഇസ്ലാഹിന്റെ വീക്ഷണം ജനങ്ങളെ കേൾപ്പിക്കാനുള്ള ഹൃസ്വമായ ഒരു അവസരം നല്ല കല്യാണപ്പരതി നമ്മളെ ആശയം അങ്ങ് കേൾപ്പിച്ചറിയാലോ. അതിലാവുമ്പോൾ സന്തോഷം. അങ്ങനെ നിക്കാഹിന്റെ സമയം അടുത്തു. ഇരു പാർട്ടികളും അഭിമുഖമായിരുന്നു. പള്ളിയിലാണ്. എല്ലാവരും എത്തി. ഇനി തുടങ്ങാം. സുഹൃത്ത് പറഞ്ഞു, എല്ലാവരും എത്തിയല്ലോ, വരനും വധുവുമൊക്കെ. മൗലവി ചോദിക്കാം, വരനും വധുവുമൊക്കെ? ഖുതുബക്ക് മുമ്പേ ഒന്ന് ഉറപ്പുവരുത്താനായി ചോദിച്ചു, ഓള് ഇങ്ങോട്ട് വന്നിട്ടില്ല. കണ്ടില്ലേ നിങ്ങൾ? പള്ളിയില. അതെന്തേ മൗലവി ചോദിക്കുക, അതെന്തേ? മൂപ്പർക്കൊന്ന് കാണണല്ലോ. അതെന്തേ? ഓൾക്കൊരു മടി. അയാൾ പറഞ്ഞു, ഞാനിനി ആരോടാണ് ഖുതുബ നടത്തേണ്ടത്? ആർക്കാണ് ഉപദേശം നൽകേണ്ടത്? ഈ ശുഭമുഹൂർത്തത്തിൽ വരനും വധുവിനും നൽകുന്ന ഉപദേശത്തിൽ നാട്ടുകാരെ പങ്കെടുപ്പിക്കുകയല്ലാതെ, വരനും വധുവും ഇല്ലാതെ നാട്ടുകാരെ ഉപദേശിച്ചിട്ട് എന്ത് ഫലം? മൂപ്പര് വന്ന എന്നെയും വധുവിനൊന്ന് കണ്ട് ഉപദേശിക്കാനല്ലേ? അതില്ലാണ്ട് ഞാൻ പണിയെടുത്തിട്ട് എന്താ കാര്യം? വന്ന മുറാദ് ഹാസിലായില്ലല്ലോ. എന്നാ കേട്ടോളെ, ഇത് മുജാഹിദിന്റെ മുഖപത്രത്തിൽ എഴുതുന്നതാ. എന്നിട്ടോ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമല്ല. ഇന്നും ഇസ്ലാഹിന്റെ ശബ്ദം എത്തിയ ദിക്കുകളിലും ഈ ദുരന്തം ആവർത്തിക്കുന്നു. ഈ ഇസ്ലാഹി എന്ന് കാണില്ല നിങ്ങൾ ബോർഡിലൊക്കെ? ഈ ഇസ്ലാഹിന്റെ പ്രവർത്തനം വന്നിട്ടും നന്നായില്ലാലോ എന്നാ ഇയാൾ പറയുന്നത്. മുജാഹിദ് വന്നിട്ടും ഇത് നമ്മൾ വിചാരിച്ച പോലെ ആയില്ലല്ലോ. എന്നിട്ടോ കേട്ടോളെ, താനേത് നിമിഷത്തിലാണ് ഒരു പുരുഷന്റെ ജീവിതകാല സഖിയായി മാറുന്നതെന്നറിയാതെ വീടുകളിൽ ഭക്ഷണം പാകം ചെയ്തും അടിച്ചും തെളിച്ചും തേൻ നോക്കിയും സമയം കളയുന്ന സഹോദരിമാർ എത്രയോ. പള്ളികളിലും വരന്റെ വീടുകളിലും പൊതുസ്ഥലങ്ങളിലും നടക്കുന്ന നിക്കാഹുകളിൽ ഇതിപ്പോഴും സംഭവിക്കുന്നു. സ്വന്തം നിക്കാഹ് കാണാൻ യോഗമില്ലാത്ത പെണ്ണുങ്ങൾ. ഇനി പെണ്ണുങ്ങന്മാരോടൊരു വാല്യൂ മൗലവിന്റെ വകെ കേട്ടോളെ, സഹോദരിമാരെ, ഒരു പക്ഷേ നിങ്ങളുടെ നിക്കാഹ് പള്ളിയിലോ പറമ്പിലോ മറ്റെവിടെയെങ്കിലുമോ ആയിരിക്കൊള്ളട്ടെ, ആ ശുഭമുഹൂർത്തം നിങ്ങൾ അറിയാതെ പോകരുത്. അതിൽ നിങ്ങൾ പങ്കെടുക്കാതിരിക്കരുത്. മറ്റാരും സാക്ഷിയായില്ലെങ്കിലും നിങ്ങളുടെ വിവാഹത്തിന് നിങ്ങൾ സാക്ഷിയാവണം. നിങ്ങളുടെ അസാന്നിധ്യത്തിൽ നിങ്ങൾ വിവാഹിതരാവരുത്. പുതിയൊരു പെണ്ണ് സാക്ഷി. അപ്പോ ഈ മൗലവിമാർക്ക് എന്താ വേണ്ടത്?
നിക്കാഹിന്റെ സദസ്സിൽ ഈ 1-ാം നമ്പർ യുവതിനെ കൊണ്ടുപോയി ഇരുത്തി കൊടുക്കണോ? കാരണം മൗലവി അതിനല്ലേ വരുന്നത്. നിങ്ങൾ ആലോചിച്ചു, മൗലവി നമ്മളോട് ചോദിക്കുന്നത് ഉളുപ്പുണ്ടോ? മൗലവി നമ്മളോട് ചോദിക്കുന്നത് ഉളുപ്പുണ്ടോ എന്നാ. ഇനി വേറൊന്ന് കേൾക്കണം നിങ്ങൾക്ക്. ഇതിപ്പോ സദസ്സിലിരിക്കുന്നതല്ലേ, എന്നാ പൊത്തിപ്പിടിച്ച് പോണോന്ന് പറഞ്ഞാൽ ഇനി വായിക്കാൻ പോകുന്നത്. അത് കേട്ടോളെ. വരട്ടെ. സ്ത്രീകൾക്ക് ബൈക്കിൽ യാത്ര ചെയ്യൽ പുടാവ. ഞാൻ